എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ആര്യ പറഞ്ഞ സുമതിരു ഭയത്തോടെ ആലോചിച്ചു. എനിക്ക് അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ല. ഇപ്പോഴും എനിക്ക് പ്രായം 35. സുമതി പറഞ്ഞിട്ട് എല്ലാവരും അടക്കി ചിരിച്ചു. തള്ളിന് മാത്രമേ കുറവുമില്ല. അമ്മേ, ഇവിടെ നിൽക്കുന്നതാണ് നമുക്ക് നല്ലത്. അമ്മയ്ക്കിപ്പോൾ വയ്യല്ലോ. ഇനി ഇതൊക്കെ മാറിയിട്ട് പോവാം. ഇവിടെ ആകുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടല്ലോ. അതെ അമ്മേ, ആദ്യേട്ടൻ വരുമ്പോൾ അമ്മയെ നോക്കാൻ പറയാം. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി ഏട്ടനുണ്ടല്ലോ ഇവിടെ. കാവ്യൂടി പറഞ്ഞു. സുമതി ആര്യെ നോക്കി. അതുകൊണ്ട് അവൾ ചിരിച്ചു കൊടുത്തു. സുമതി അവൾ കാണാതെ പല്ലിയടിച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നു. എന്നാ പിന്നെ 2 ദിവസം കഴിഞ്ഞ് പോവാം, സുമതി പറഞ്ഞ് എല്ലാവരും സമാധാനത്തോടെ നോക്കി. അപ്പോഴേക്കും പ്രിയ അവർക്കുള്ള മരുന്നെടുത്ത് അടുത്തിരുന്നിരുന്നു. അത് കണ്ടത് എല്ലാവരോടൊന്ന് പുറത്തിറങ്ങിയതും കാവ്യ ആര്യെ നോക്കുന്ന കണ്ടതും ആര്യ എന്താണെന്നുള്ള ഭാഗത്തിൽ പുരികം പൊക്കി ചോദിച്ചു. അമ്മയെ വീഴ്ത്തിയ നീ എങ്ങാനാണോടി? നിന്റെ അമ്മയെ വീഴ്ത്തല്ലേ എനിക്ക് പണി. ആരെങ്കിലും കുറ്റോർത്ത് നടന്നു കാണും. അങ്ങനെ വീണതിന് എന്നെ പറയുന്ന എന്തിനാ? അമ്മ പോയപ്പോൾ നീ പുറകെ പോയതുകൊണ്ട് ചോദിച്ചതാ. അതിന് 100 കിലോ ഉള്ള നിന്റെ അമ്മയെ ഞാൻ തള്ളിയെ വീഴുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? നീ ഒന്ന് പോയി വെറുതെ. ആര്യ അത് പറഞ്ഞു പോയതും കാവ്യ വിശ്വാസം വരാത്ത പോലെ നിന്നു. താഴേക്ക് ചെന്ന് അവൾ നോക്കിക്കുന്ന അച്ഛനെ കണ്ട് ആര്യ അടുത്തേക്ക് ചെന്നു. അവളെ കണ്ടത് അച്ഛൻ അവളെ കയ്യിൽ പിടിച്ച് നിർത്തി. മുതിർന്നവരെന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അവരെ വേദനിപ്പിക്കാൻ പാടില്ല കേട്ടോ. അമ്മയുടെ സ്ഥാനത്ത് ആന്റി നിനക്ക്. ഏട്ടനുള്ള സ്നേഹം കൊണ്ട് ആരെയും മോള് വിഷമിപ്പിക്കാനോ ദ്രോഹിക്കാനോ പോകരുത്. പറയുന്നവർ പറയട്ടെ, അവർക്ക് അതുകൊണ്ട് സന്തോഷം കിട്ടുകയും കിട്ടിക്കോട്ടെ. അച്ഛൻ സ്നേഹത്തോട് അടുത്ത് നിർത്തി പറഞ്ഞു. ആര്യ അത് കേട്ട് അച്ഛനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. സോറി അച്ഛാ. സാരല്ല, പിന്നീട് പോയി സോറി പറയണ ആന്റിയോട്. നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാൾക്ക് നമ്മൾ കാരണം ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല. നീ കാണിച്ച കുറച്ച് കൂടിപ്പോയെന്ന് ഞാൻ പറയൂ. അച്ഛൻ അത് പറഞ്ഞുകൊണ്ട് പോയതും ആര്യ തലയും ചൊറിഞ്ഞ് മേലേക്ക് നോക്കി. കാലിലൂടെ എന്തോ ഇഴഞ്ഞു കയറുന്നതായി തോന്നിയതും ക്ഷീണം കൊണ്ടടഞ്ഞ കണ്ണുകൾ വെച്ച് തുറക്കാൻ ശ്രമിച്ചു. തന്റെ ശരീരത്തിലൂടെ ആരുടെയോ കൈകൾ ഇഴഞ്ഞ് നടക്കുന്നത് മനസ്സിലായതും അവൾ ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. പേടിച്ചുകൊണ്ട് ടേബിളാമ്പ് കയ്യെത്തിച്ച് ഓണാക്കി. തറയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ആൾ രൂപത്തെ കണ്ട് ലച്ചു പേടിച്ച് അലറി വിളിച്ചു. അവളുടെ വിളി ഉയർന്നതും അവൻ അവിടെ വാപ്പുത്തി പിടിച്ചുകൊണ്ട് അവളുടെ ദേഹത്തേക്ക് അമർന്നതും ലച്ചു പേടിച്ച് വേദന കൊണ്ട് അലറിക്കരയാൻ പോലും ആവാൻ നിന്നു. വെളിച്ചത്തിൽ കാർത്തികിന്റെ മുഖം കണ്ടതും അവൾ ഞെട്ടി അവനെ തള്ളിമാറ്റാൻ ആവത് ശ്രമിച്ചുവെങ്കിലും അവന്റെ ശക്തി മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവൾക്ക് ആവുമായിരുന്നില്ല. അവൾ അടുത്ത് കിട്ടിയ ആർത്തിയിൽ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചതും ലച്ചു തടയാനാവാതെ നിസ്സഹായായി കിടന്നു. ആ നിമിഷം തന്റെ ജീവൻ പോലും നഷ്ടമായിരുന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു. അവന്റെ സ്പർശനമേൽക്കുന്ന ഓരോ ഭാഗവും അവൾക്ക് പൊള്ളി ഇളകുന്ന പോലെ തോന്നി. വായിൽ മൂടിയിരുന്ന കൈ അവൻ എടുത്തു മാറ്റിയതും ലച്ചു ഉറക്കെ വിളിക്കാൻ ശ്രമിക്കും മുമ്പ് തന്നെ അവന്റെ ദന്തങ്ങൾ അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങിയതും ലച്ചു വേദന കൊണ്ട് പുളഞ്ഞു. അവനെ അടിക്കാനും തള്ളി മാറ്റാനും ശ്രമിച്ചെങ്കിൽ ആവുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. നീ എന്നെ കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. ഇനിയെങ്കിലും ഞാനൊന്ന് അറിയട്ടെടി നിന്റെ മധുരം. ഇനിയും കാത്തിരിക്കാൻ എനിക്കാവില്ല. കാമത്തോടെ ആർത്തിയോടെയുള്ള അവന്റെ ശബ്ദം കേട്ടതും ലച്ചു ഞെട്ടിയൊന്ന് എതിർക്കാൻ പോലും ആവാതെ കരഞ്ഞുകൊണ്ട് കിടന്നു. തന്റെ ജീവനും മാനവും എല്ലാം നഷ്ടമാവാൻ പോവുകയാണെന്ന് മനസ്സിലായതും ലച്ചു അവളുടെ ശക്തി മുഴുവൻ എടുത്ത് അവനെ തള്ളിയതും കാർത്തിക് ഉരുണ്ട് താഴേക്ക് വീണു. കിട്ടിയ സമയത്ത് അവൾ നിലവിളിച്ചുകൊണ്ട് ഡോറിനടുത്തേക്ക് ഓടിയതും അവളുടെ പിറകെ പാഞ്ഞുകൊണ്ട് അവൻ അവളെ പിടിച്ചു വലിച്ച് അവന്റെ കയ്യിലുള്ളിലാക്കി. അമ്മേ, അമ്മേ, ഓടിവാ, അമ്മേ! അവൾ കരഞ്ഞു നിലവിളിച്ചതും അവൻ അവളുടെ കഴുത്തിരിക്കൽ മുഖാമർത്തിയതും അവൾ കുതിരിമാറാൻ ശ്രമിച്ചെങ്കിലും അതിനായില്ല. ലച്ചുവിന്റെ അലർച്ച കേട്ടതും വീട്ടിൽ മുഴുവൻ ലൈറ്റ് തെളിഞ്ഞു. എല്ലാവരും അവളുടെ റൂമിലേക്ക് ഓടി. മോളെ ലച്ചു, വാതിലുറക്ക് മോളെ! രാധിക കരഞ്ഞുകൊണ്ട് ഡോറിൽ തട്ടി വിളിച്ചു. ഡോർ തുറക്കാത്തതുകൊണ്ട് ബാക്കിയുള്ളവർ ചവിട്ടി പൊളിക്കാൻ നോക്കി. പുറത്ത് ബാളം കേട്ടതും എങ്ങനെ അവളെ സ്വന്തമാക്കണമെന്ന വാശിയോടെ ലച്ചുവിന്റെ ഡ്രസ്സിൽ അവൻ ശക്തിയിൽ വലിച്ചതും അത് കീറി അവന്റെ കയ്യിൽ വന്നു. അത് മുഖത്തേക്ക് അടുപ്പിച്ച് ഗന്ധം വലിച്ചുകൊണ്ട് അവൻ അവളെ ചൂഴിന്ന് നോക്കി. അവളുടെ ദേഹത്ത് കൂടി കൈ ചലിപ്പിച്ചതും ലച്ചു ഉറക്കെ അലറിക്കരഞ്ഞു. അവളുടെ നിലവിളി കേട്ടത് രാധിക പേടിച്ച് നിലവിളിച്ചു. ലച്ചു അവന്റെ കയ്യിൽ നിന്ന് കുതിരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനാവാതെ വന്നും അവളെ പിടിച്ചിരുന്ന അവന്റെ കയ്യിൽ അവൾ ആഴത്തിൽ കടിച്ചു. അവൻ വേദന കൊണ്ട് അവളെ പിടിച്ചെളിയതും ലച്ചു തറയിലേക്ക് വീണു. നെറ്റി തറയിലിടിച്ചതും നെറ്റിയിൽ നിന്ന് ചോര വരുന്ന കണ്ട് അവൻ അവളെ നോക്കി. അപ്പോഴേക്കും വാതിൽ രണ്ടായി പൊളിഞ്ഞ് അവന്റെ മുന്നിലേക്ക് വീണു. മുന്നിൽ കാർത്തികനെ കണ്ടത് രാധിക നിലവിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അവന്റെ കവിളിൽ ആഞ്ഞടിച്ചു. ശങ്കറും ഗൗരി അത് കണ്ട് അപമാനത്താൽ തലതാഴ്ത്തി. എടാ ചെറ്റേ, നീ എന്റെ മോളെ എന്താണോ ചെയ്ത്? അവന്റെ കവിളിൽ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ട് രാധിക ചോദിച്ചു. അവന്റെ നോട്ടം തറയിൽ വീണെടുക്കുന്ന ലച്ചുവിന്റെ നേർക്കായതും രാധിക പേടിയോടെ കരഞ്ഞുകൊണ്ട് ലച്ചുവിന്റെ ദേഹം സാരി തലപ്പുകൊണ്ട് മറച്ചു പിടിച്ച് കരഞ്ഞു. അമ്മേ! ലച്ചു തളർച്ചയോടെ കരഞ്ഞുകൊണ്ട് വിളിച്ചു. എടാ ഇരണ്ണം കിട്ടവരെ, നീ എന്താടാ കാണിച്ച്? ശങ്കർ നാണക്കേടുകൊണ്ട് ഉള്ളിലേക്ക് വന്ന് കാർത്തികനെ അടിച്ചു. ഗൗരി അത് കണ്ട് ഞെട്ടിയാളെ പിടിച്ചു മാറ്റാൻ നോക്കിയതും ശങ്കർ ഗൗരിയെ തള്ളി മാറ്റി എളിയിൽ നിന്ന് ബെൽറ്റ് ഊരി അവനെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി. 1-2 സ്ത്രീകൾ ചേർന്ന് ലച്ചുവിനെ എടുത്ത് ബെഡിൽ കിടത്തി. അവൾ നന്നേ തളർന്നു പോയിരുന്നു. അമ്മേ, എനിക്ക് മരിക്കണം, എനിക്കിനി ജീവിക്കണ്ട, അയാൾ തൊട്ട ശരീരം എനിക്ക് വേണ്ട, ലച്ചു തളർച്ചയോടെ പറഞ്ഞു. രാധിക അത് കേട്ട് വാവിട്ട് കരഞ്ഞു. എടാ നായെ, നീ പുഴുത്ത ആരും തിരിഞ്ഞു നോക്കാണ്ടാ ചാവിടാ.
എന്റെ മോളെ ഉപദ്രവിച്ച നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. ഇതിന് മാത്രം എന്റെ കുഞ്ഞിനെ നോവിക്കാൻ എന്ത് തെറ്റാ ഞങ്ങൾ നിങ്ങളോടൊക്കെ ചെയ്ത്? ഉള്ളതെല്ലാം എഴുതി വാങ്ങിച്ച പോരാ, എന്റെ കെട്ടിയവരെ കൊല്ലാൻ കൊണ്ടുപോയതും പോരാ, ഇനി ഇവളുടെ ജീവൻ കൂടി നിനക്ക് വേണമായിരുന്നോടാ. എന്നാ കൊണ്ടുപോയി തിന്നടാ. ഇതിലും ഭേദം വിഷം കഴിച്ച് ഞങ്ങളങ്ങ് തീരുന്നായിരുന്നു. രാധിക തലയിലടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കണ്ടതും പുച്ഛത്തോളം ചിരിച്ച് തന്റെ ഉദ്ദേശം പരാജയപ്പെട്ടതോർത്ത് കാർത്തിക് ശങ്കറിനെ തള്ളിമാറ്റി പുറത്തേക്ക് ഇറങ്ങി. നിക്കടാ അവിടെ, ഇത്രയും കാണിച്ചിട്ട് നീ പോയാലോ? ശങ്കർ ദേഷ്യത്തിൽ പറഞ്ഞ കാർത്തിക് അത് കേട്ട് നിന്നു. നിങ്ങളെന്റെ തന്തയൊക്കെ ആയിരിക്കും എന്നെഴുതി എൻ്റെ മേൽ കയറാൻ വന്ന കുന്നുകളെയും. ഇവള് നാളെ എൻ്റെ ഭാര്യാവേണ്ടവളാ. ഇന്ന് എന്തെങ്കിലും സംഭവിച്ചെന്നിരുതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവളെ ഞാനൊന്നും ചെയ്തിട്ടുമില്ല. അതിനു മുന്നേ നിങ്ങളൊക്കെ വന്ന് നശിപ്പിച്ചല്ലോ. ആൻ കാർക്കിച്ച് തുപ്പിക്കൊണ്ട് പറഞ്ഞ ശങ്കർ ദേഷ്യത്തിൽ വരച്ചു. അത് കണ്ടതും ഗൗരി അയാളെ പിടിച്ചു നിർത്തി. കാർത്തിക് ഒരു കൂസലില്ലാതെ പുറത്തേക്ക് പോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നാട്ടോ നല്ലത്, അവിടെ ഒരു സ്ത്രീ പറഞ്ഞ് ഗൗരി അവരെ നോക്കി പല്ലടിച്ചു. ഡോക്ടർ ഇവിടേക്ക് വിളിക്കാം, ഇതോർത്ത് ആരും വിഷമിക്കേണ്ട. ഏതായാലും അവൻ തന്നെയല്ലേ നാളെ ഇവിടെ കെട്ടേണ്ടത്. ഗൗരി അങ്ങനെ പറഞ്ഞു പോയതും ശങ്കർ ലച്ചുവിനെ നോക്കി. ആളോട് ഉള്ളിൽ അയാൾക്ക് ദേഷ്യമാണെങ്കിലും ആളുടെ അവസ്ഥ കണ്ട് അയാളുടെ ഉള്ളിലൊരു നോവ് തോന്നി. കണ്ടു നിൽക്കാനാവാതെ അയാൾ പുറത്തേക്ക് ഇറങ്ങി. രാധിക ലച്ചുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ഡോക്ടർ വന്നു. ശങ്കർ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവളെ ചെക്ക് ചെയ്ത് മെഡിസിനും കൊടുത്ത് പോയി. അമ്മേ, എനിക്ക് വയ്യ, ഇനി ജീവിക്കണ്ട എനിക്ക്, ലച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മോളെ, നീ എന്താ ഈ പറയുന്നത്? അമ്മയ്ക്ക് നീയല്ലാതെ ആരാ ഉള്ളേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല, അമ്മയ്ക്ക് വേണമെന്നില്ലേ. അവനെ വെറുതെ വിടില്ല ഞാൻ. അയാൾ എന്നെ ഒന്നും ചെയ്തില്ലെങ്കിലും എൻ്റെ ദേഹത്ത് അയാൾ തൊട്ടില്ലേ, എനിക്ക് വെറുപ്പാ എന്നോട് തന്നെ. ഇങ്ങനൊരു ഗതി ഇനി ആർക്കും വരരുത്, എനിക്ക് വയ്യ അമ്മേ, ലച്ചു പറഞ്ഞതും അമ്മ കരഞ്ഞുകൊണ്ട് അവളെ ചേർത്തണച്ചു. ഇങ്ങനെയൊന്നും പറയരുത് മോളെ, നിന്നെ എനിക്ക് വേണം. ഇനി നിന്നെ ആരൊന്നും ചെയ്യില്ല, അതിനെന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, രാധിക ഉള്ളിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു പൂർണ്ണമായ അവശയായിരുന്നു. കഴിഞ്ഞ ഓരോ നിമിഷവും പേടി സ്വപ്നം പോലെ അവളുടെ മുമ്പിൽ തെളിഞ്ഞിരുന്നു. രാവിലെ തന്നെ അവൾ ഒരുക്കാനുള്ള ആൾ വന്നു. എല്ലാവരും അവളെ ദയനീയമായി നോക്കി. എന്നാൽ ലച്ചുവിൻ്റെ അമ്മയുടെയും മനസ്സ് കനൽ പോലെ എരിഞ്ഞു. എൻ്റെ മോളെ ആരും ഒരുക്കണ്ട, അവൾക്ക് അതിൻ്റെ ആവശ്യമില്ല, രാധിക ഉറക്കെ പറഞ്ഞു. ഗൗരി ദേഷ്യത്തിൽ അവരുടെ അടുത്തേക്ക് പോകാൻ പോയതും ശങ്കർ തടഞ്ഞുകൊണ്ട് ഒരുക്കാൻ വന്നയാളെ പറഞ്ഞു വിട്ടു. ശങ്കറിന്റെ സ്വഭാവം കണ്ട് ഗൗരിക്ക് ദേഷ്യം വന്നെങ്കിലും അവരത് കടിച്ചമർത്തി. മോളെ, നിർവികാരമായിരിക്കുന്ന ലച്ചുവിനെ നോക്കി രാധിക വിളിച്ചു. അവൾ യാതൊരു ഭാവഭേദവും ഇല്ലാതിരുന്നു. അത് കണ്ടത് രാധിക കരഞ്ഞുകൊണ്ട് അവളെ നോക്കി. നെറ്റിയിലും ചുണ്ടിലെയും മുറിവ് കാണുന്തോറും രാധികൽ കാർത്തികനെ കൊല്ലാനുള്ള ദേഷ്യം ആളിക്കത്തി. ആ ഒരു ലച്ചുവിനെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. മുറിയിൽ കരുതി വെച്ച കത്തി സാരിക്കുള്ളിൽ ഒളിപ്പിച്ചു. എൻ്റെ മോളെ ഇനിയും വേദനിപ്പിക്കാൻ നീ ജീവനോട് ഉണ്ടാവില്ലടാ, ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവരവിടെ അടുത്തേക്ക് വന്നു. ലച്ചു അപ്പോഴും അതേ ഇരിപ്പ് തന്നെയായിരുന്നു. അവളുടെ മനസ്സും ശരീരവും ഒരുപോലെ മരവിച്ച അവസ്ഥയിലായിരുന്നു. മോളെ, നിന്നെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല, നമുക്ക് എവിടേക്കെങ്കിലും പോവാം, നിന്നെ ഇനി ഈ അവസ്ഥയിൽ കാണാൻ എനിക്കാവില്ല മോളെ, അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ലച്ചു അവരെയും നോക്കി. അമ്മ എന്തിനാ കരയുന്നത്? എന്നോർത്താണോ? എന്നാൽ ഇന്നലെ വരെ എൻ്റെ ജീവിതോർത്ത് എനിക്ക് പേടിയും വേദനയും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രിക്ക് ശേഷം എന്നോട് പോലും എനിക്ക് വെറുപ്പാ. അവൻ തൊട്ടെൻ്റെ ശരീരം പോലും എനിക്ക് ബാധ്യതയാ. ഇപ്പൊ ജീവനോടെ എന്നെ അവൻ കൊന്നു, വീണ്ടും വീണ്ടും, ലച്ചു പറഞ്ഞു. രാധിക കേട്ട് കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. ഇപ്പം എനിക്ക് വിഷമമൊന്നുമില്ല അമ്മേ, കാരണം എന്നെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ആരില്ലെന്ന ബോധം എനിക്കുണ്ട്. ഈ നിമിഷം വരെ ഏട്ടനെങ്കിലും എന്നെ രക്ഷിക്കാനെത്തുന്ന ഒരു പ്രതീക്ഷ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ദിവസമായിട്ട് എന്നെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ പോലും ഏട്ടന് തോന്നിയില്ലല്ലോ. ഇതാണോ അമ്മയെ സ്നേഹം? കാർത്തികനെ ദ്രോഹിച്ചതിനേക്കാളും വേദന ഏട്ടൻ പോലും എന്നെ തിരിഞ്ഞു നോക്കാത്ത ഓർത്ത. ഇനി ആർക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്? ആരെയാ സ്നേഹിക്കേണ്ടത്? കാർത്തികിന് ആവശ്യം എൻ്റെ ശരീരം. അത് കിട്ടിയ ജീവനോടെ കൊന്നവൻ തന്നെ എന്നെ പൂർണ്ണമായും കൊല്ലും. എങ്ങനെയായാലും എൻ്റെ മരണം ഉറപ്പാ അമ്മേ. ഇനി ജീവിക്കാനും എനിക്ക് ആഗ്രഹമില്ല, വെറുത്തുപോയി എൻ്റെ ജന്മത്തെ പോലും. അവൾ പൊട്ടിക്കരച്ചിലോടെ അമ്മയെ കെട്ടിപ്പിടിച്ചു. അവരത് കേട്ട് താങ്ങാനാവാതെ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇല്ല, നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. അതിനല്ല മോളെ അമ്മ നിന്നെ ഇത്രയും നാൾ വളർത്തിയത്. പോകുന്നൊരു പൊക്കോട്ടെ, മോൾക്കപ്പോൾ എന്നും അമ്മയുണ്ടാവും. അവരവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട് ആനന്ദിനെ ഓർത്തു. അവളുടെ ഉള്ളിൽ അവനെ ഓർത്ത് വല്ലാത്ത വേദനയും ദേഷ്യവും തോന്നി. കഴിഞ്ഞില്ല ഇവിടെ ഒരുക്കം, മതി ഒരുങ്ങിയത്, ഗൗരി അവിടേക്ക് ഒന്ന് പറഞ്ഞു. ലച്ചുവിന്റെ ഇരിപ്പുണ്ട് അവർ പുച്ഛത്തോടെ ചിരിച്ചു. ഇതുവരെ മോങ്ങിന് നിർത്താറായില്ലേടി, ഇനി ആരെ കാണിക്കാനാണ് ഈ മോങ്ങുന്നേ? എന്തായാലും അവൻ നിന്റെ ഭർത്താവാൻ പോകുന്നതല്ലേ, അവനൊന്നും തൊട്ടെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീയൊക്കെ ഒരു പെണ്ണ് തന്നെയാണോ? നിന്റെ ദേഹത്ത് വേർത്തെ തൊട്ട നീ ഇങ്ങനെ തന്നെ പറയോ? അതോ അങ്ങനെ ഒരുപാട് തൊട്ട പരിചയം നിനക്കുണ്ടോ? രാധിക ദേഷ്യത്തിൽ ചോദിച്ചു. ദേ അനാവശ്യം പറയാറുണ്ടല്ലോ, ഗൗരി കേട്ട് പറഞ്ഞു. അപ്പൊ നീ ഇപ്പൊ പറഞ്ഞ അനാവശ്യമില്ലെന്നാണോ? പെണ്ണിന്റെ സമ്മതമില്ലാതെ അവളുടെ ദേഹത്തോടുന്നവനെ ആണെന്നല്ല വിളിക്കേണ്ടത്. അതിന് വേറെ ചില പേരുണ്ട്. മോനെ നേരെ നിലക്കെത്തി വളർത്താതെ അവന്റെ വൃത്തിയാണ് കൂട്ടുന്നു. നീ ഇപ്പൊ അനുഭവിക്കുന്ന ഈ സന്തോഷം ഉണ്ടല്ലോ, അതൊരിക്കലും നിലനിൽക്കില്ല, രാധിക പറഞ്ഞു. ഗൗരി അതിന് പുച്ഛത്തോട് ചിരിച്ചു. ഇവൾ അത്ര നല്ലവളൊന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണല്ലോ മറ്റൊരു തന്റെ കൂടെ പൊറുക്കാൻ പോയത്. അതുകൊണ്ട് കൂടുതൽ എന്റെ മോനെ കുറ്റം പറയാൻ നോക്കണ്ട.
അവൻ അർഹതപ്പെട്ട് തന്നെയാ അവൻ സ്വന്താക്കാൻ നോക്കിയത്, അല്ലാതെ വഴിയെ പോയതൊന്നുമില്ല. ഗൗരി പറഞ്ഞു. രാധിക എതിർത്ത് പറയാൻ പോയതും ലച്ചു അത് തടഞ്ഞു. ഞാൻ റെഡിയാ, എപ്പോഴാ വരേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നോളാം. ആ, അങ്ങനെ അനുസരണയോട് നിൽക്ക്. നിന്റെ അമ്മക്ക് കൂടി നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്ക്. സമയമാകുമ്പോൾ വിളിക്കും. സ്വീകരിക്കാൻ താലപ്പൊലിയായിട്ട് വരുന്നതും സ്വപ്നം കാണണ്ട, വിളിക്കുമ്പോൾ ഇറങ്ങി വന്നേക്കണം. അവർ അത്രയും പറഞ്ഞതും ലച്ചു അത് കേട്ട് പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവർ പോയെന്ന് രാധിക ലച്ചുവിനെ നോക്കി. എന്താ മോളെ നിന്റെ ഉദ്ദേശം? ഇവരൊക്കെ പേടിച്ച് ഈ യുവാത്തിന് നീ സമ്മതിക്കാൻ പോവാണോ? ഇല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. അമ്മേ, ഇനിയൊന്നും തടയാൻ നമുക്കാവില്ല. മാത്രമല്ല, ഇന്നലെ കൊണ്ട് എൻ്റെ മനസ്സിന് ശരീരം ഇതുപോലെ മരവിച്ചു. ഇനി എന്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കണ്ടേ? എനിക്ക് സമ്മതമായി കല്യാണം. ഇനി എന്നെ തേടി വരാനും ആരുമില്ല. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല. ലച്ചു ബാമാറ്റില്ലാതെ പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് മുഖം കൊടുക്കാതെ പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു. അവളുടെ മനസ്സിൽ മുഴുവൻ കഴിഞ്ഞത് ഓരോന്നും കടന്നു വന്നുകൊണ്ടിരുന്നു. ആനന്ദിന്റെ മുഖം അവളുടെ മനസ്സിലേക്ക് ആഴത്തിൽ നോവ് വരുത്തി. രാത്രി ഇറങ്ങിപ്പോയ കാർത്തികിനെ നേരം വെളുത്തിടും കാണാതെ ആലോചനയോടെ നടക്കുകയാണ് ശങ്കർ. വിവാഹത്തിന് വരുന്നവരൊക്കെ അയാളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അയാളുടെ ശ്രദ്ധ പുറത്തേക്ക് ഗേറ്റിലേക്കാണ്. അവനെത്തിയല്ലോ ഏട്ടാ, ഗൗരി പുറത്തേക്ക് നോക്കിക്കൊണ്ട് അയാളോട് ചോദിച്ചു. അതിന് മറുപടി നൽകാൻ അയാൾ വീണ്ടും നടന്നു. അവനെ ഒന്ന് വിളിച്ചു നോക്കിയാൽ എവിടെയാണെന്ന്. ഇനി ഈ നാട്ടുകാരെ വിളിച്ചുകൂട്ടി നാണം കിട്ടേണ്ടി വരുമോ? ഗൗരി ആകുലതയോടെ പറഞ്ഞു. അയാൾ അവരെ ദേഷ്യപ്പെട്ട് നോക്കി. ഇനി എന്ത് മാനക്കേടാ ഉണ്ടാവാള്? ഇന്നലത്തെ കാര്യം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. എന്ത് തന്നെയായാലും അവൻ ഇന്നലെ കാണിച്ച വലിയ തെറ്റ് തന്നെയാ. ഏട്ടൻ എന്തിനാ അവരുടെ സൈഡിൽ നിൽക്കുന്നപ്പോ? ഞാൻ അവിടെ ഭാഗത്ത് നിന്നിട്ടല്ല, എല്ലാത്തിനും അവനെ വളമിച്ച് വഷളാക്കിയ നീയാ. അതുകൊണ്ടാ ഒരു ദിവസം കൂടി കാക്കാൻ അവന് ക്ഷമയില്ലാതായി പോയത്. ഇപ്പൊ എനിക്കായ കുറ്റം മുഴുവൻ നിങ്ങളുടെ കൂടി മോനല്ലേ അവൻ? ഗൗരി പറഞ്ഞു. അയാൾ അവരെ ദേഷ്യപ്പെട്ട് നോക്കിയതും അവർ വായടച്ചു. ഇപ്പൊ തോന്നുന്നു വേണ്ടായിരുന്നു. എടാ മോനെ, നീ ഇത് എവിടെയായിരുന്നു? ശങ്കർ പറഞ്ഞതിനു മുന്നേ പുറത്തുനിന്ന് കയറി വരുന്ന കാർത്തികിനെ കണ്ട് ഗൗരി അവിടേക്ക് ഓടി. നെറ്റിയിലും കയ്യിലൊക്കെ മുറിവൊക്കെ ആയി കയറി വരുന്നതിന്റെ കോലം കണ്ട് എല്ലാവരും മൂക്കത്തി വിരൽ വെച്ചു. സ്വന്തം കല്യാണമായിട്ട് നീ ഇതുവരെ എവിടെയായിരുന്നടാ? ഇതെന്ത് കോല? ഗൗരി അവരെ കണ്ട് ചോദിച്ചു. കാർത്തികിനെ നോട്ടം ശങ്കറിന്റെ മുത്തായിരുന്നു. അവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് അയാളുടെ അടുത്തേക്ക് നടന്നു. ആളെ വിട്ട് സ്വന്തം മോനെ കൊല്ലാനും നിങ്ങൾക്ക് മടിയില്ലെന്ന് ഇന്നലെ ഒരു ദിവസം കൊണ്ട് മനസ്സിലായി എനിക്ക്. ഓർത്തു വെച്ചോ, ഒന്നും മറക്കുന്ന സ്വഭാവം എനിക്കില്ല, അത് സ്വന്തം തന്തയായാലും. അവനത് പറഞ്ഞ് അകത്തേക്ക് പോയതും ശങ്കർ അവൻ പറഞ്ഞൊന്നും പിടികിട്ടാൻ നിന്നു. അവൻ എന്തൊക്കെയായി പറയുന്നത്? അവനെന്തോ പറ്റിയിട്ടുണ്ട്. ഗൗരി അകത്തേക്ക് വന്ന് ശങ്കറിനോട് പറഞ്ഞു. എനിക്കറിയില്ല, വിവാഹം നടക്കുന്നുണ്ട്, ഈ വേഗം ഒരുങ്ങി വരാൻ പറയാവനോട്. അത് പറഞ്ഞു അയാൾ പുറത്ത് കതിർ മണ്ഡപത്തിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോയതും കൂടിയുന്നവരൊക്കെ ഓരോന്ന് പറഞ്ഞിരുത്തിക്കൊണ്ട് ഗൗരി കാർത്തികിന്റെ പുറകെ വെച്ച് പിടിച്ചു. കണ്ണാടിയിൽ നോക്കി സ്വന്തം ദേഹത്തുള്ള മുറികൾ നോക്കിയായിരുന്നു അവൻ. പെട്ടെന്ന് ഡ്രസ്സുമായി ഗൗരിയെ കണ്ടതും അവർ ചോദിക്കും മുന്നേ അവൻ ബാത്റൂമിലേക്ക് കയറി. അവൻ ഇറങ്ങുന്നവരെ അവരവിടെ തന്നെ നിന്നു. നിനക്കിത് എന്താടാ പറ്റിയത്? ഗൗരി ചോദിച്ച് അവൻ ദേഷ്യം അടക്കി പിടിച്ചു. ചെന്നെന്റെ അച്ഛൻ എന്ന് പറയുന്ന ആളോട് ചോദിക്ക്, മോനെ കൊല്ലാൻ കൊട്ടേഷൻ എത്രയാ കൊടുത്തെന്ന്, എന്നു മുതലാ കൂറുമാറിയതെന്ന്. അവൻ പറഞ്ഞു. ഗൗരി ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ആര് കൂറുമാറിയെന്ന്? നിനക്കെന്താ വട്ടായോ? അതെ, എനിക്ക് വട്ടാ. അതിന് കാരണം അയാളാ, നിങ്ങളുടെ ഭർത്താവ് കാർത്തി. അവന്റെ സംസാരം കേട്ട് ഗൗരി ശബ്ദം ഉയർത്തി. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ നിന്റെ അച്ഛനാണെന്ന ബോധം കൂടി ഉണ്ടാവണം നിനക്ക്, ഗൗരി പറഞ്ഞു. അവനത് കേട്ട് പുച്ഛത്തോടെ ചിരിച്ചു. അച്ഛനാണത്രേ അച്ഛൻ? എന്റെ കഷ്ടപ്പാടും പ്ലാനും എല്ലാം തകർക്കുന്ന അച്ഛൻ എനിക്ക് വേണ്ട, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. അതിനിവിടെ അദ്ദേഹം എന്ത് ചെയ്തു എന്നാ? അയാൾ എന്തേ ചെയ്യാത്തതെന്ന് ചോദിച്ചു നോക്ക്. ഇന്നലെ രാത്രി ഇവിടുന്ന് പോയ എന്നെ അയാൾ ആളെ വിട്ട് കൊല്ലാൻ നോക്കി. ഞാൻ എന്റെ ആൾക്കാരെ വിട്ടുപിടിച്ച് കൊണ്ടുവന്ന അവിടെ കാമുകന്റെ വീട്ടിലെ 3 ഇപ്പൊ കാണാനില്ല. അവർ രക്ഷപ്പെട്ടു. അതിനു പിന്നിൽ എന്റെ അച്ഛൻ എന്ന് പറയുന്നതാവുന്ന എനിക്ക് ഉറപ്പാ. ഇന്ന് രാവിലെ മുതൽ അവിടെ അച്ഛനെയും കാണാനില്ല. അവൾ ഇനി ഈ വിവാഹത്തിന് സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ? കാർത്തിക് ദേഷ്യത്തിൽ പറഞ്ഞ ഗൗരി അതൊക്കെ കേട്ട് ഞെട്ടി. അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ലടാ, വേറെ ആരെങ്കിലും ആവിടാത്. അല്ല, അയാൾ വിട്ട കൂലിത്തല്ലുകാരന്മാരുടെ വായിന്ന് ഞാൻ കേട്ടതാ എന്റെ അച്ഛൻ എന്ന് പറയുന്ന ആളുടെ പേര്. ഇനി എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ എല്ലാ ഉദ്ദേശവും തകർത്ത അയാളാ. ഈ വിവാഹം നടന്നില്ലെങ്കിൽ വെറുതെ വിടില്ല ഒന്നിനെയും ഞാൻ. അതും പറഞ്ഞ അവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി കതിർമണ്ഡപത്തിലേക്ക് നടന്നു. അവിടെ നിൽക്കുന്ന ശങ്കരൻ അവൻ ദേഷ്യത്തിൽ നോക്കി. അവനിരുന്നു ഗൗരിയുടെ ലച്ചുവിനെ വിളിക്കാൻ അവിടെ റൂമിലേക്ക് ചെന്നു. ലച്ചു ഏതോ സ്വപ്നലോകത്ത് എന്ന പോലെ ഇരിക്കുകയാണ്. രാധിക അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയായി, വരാൻ നോക്ക്, അവര് പറഞ്ഞു. ഒരു ഞെട്ടലോടെ രണ്ടുപേരും പരസ്പരം നോക്കി. ലച്ചുവിന്റെ ഉള്ളിൽ അതുവരെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, അതുപോലും നഷ്ടമായി. ആനന്ദിനോട് അവരുടെ മനസ്സിൽ വല്ലാത്ത വെറുപ്പും ദേഷ്യവും തോന്നി. മരവിച്ച മനസ്സുമായി കാലടികൾ വെക്കുമ്പോൾ അവരുടെ കാലുകളും മനസ്സും ശരീരവും ഒരുപോലെ പതറുകയും വിറക്കുകയും ചെയ്യുകയായിരുന്നു. സ്വന്തം മരണത്തെ പോലെ അവൾ ആഗ്രഹിച്ച നിമിഷമായിരുന്നു അത്. വിവാഹവേഷത്തിൽ മുന്നിലേക്ക് വരുന്ന ലച്ചുവിനെ കണ്ട് കാർത്തികിന്റെ കണ്ണുകൾ തിളങ്ങി. ഒരു മരവിപ്പോടെ അവൾ അവന്റെ അടുത്തായിരുന്നു. അവളുടെ കണ്ണുകൾ ചുറ്റുമൊന്ന് പരതി. താലികെട്ട് കഴിഞ്ഞാലുടൻ അവർ നിന്റെ മുമ്പിലുണ്ടാവും. അവളെ കബളിപ്പിക്കാനെന്ന പോലെ അവൻ അവിടെ നോട്ടം കണ്ടു പറഞ്ഞു. ലച്ചു അത് കിട്ടി യാതൊരു ചലനവുമില്ലാതെ പ്രതിമ കണക്കിയിരുന്നു. സ്വന്തം ലക്ഷ്യം വിജയിക്കാൻ പോകുന്ന സന്തോഷമായിരുന്നു അവന്റെ മനസ്സ് മുഴുവൻ. മുഹൂർത്തായി, താലികെട്ടാം, പൂജാരി പറഞ്ഞു. കാർത്തിക് താലിയിലേക്ക് അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കഴുത്തിലേക്ക് കൈയടുപ്പിച്ചതും പുറകിൽ നിന്ന് ആരുടെയോ ചവിട്ടുണ്ടാവും മുന്നിലേക്ക് തെറിച്ചു വീണു. അത് കണ്ടത് എല്ലാവരും പേടിച്ച് ഓടി മാറി.
ലച്ചു അത് കണ്ട് ഞെട്ടലോട് അവിടെ നിന്ന് അവിടെ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ചു. ഗൗരിയും ശങ്കറും അത് കണ്ട് കാർത്തികിന്റെ അടുത്തേക്ക് ഓടി. വാശിയോടെ കാർത്തിക് തറയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് മുന്നിൽ മാസ്ക് ധരിച്ച് നിൽക്കുന്ന ആളെ കണ്ട് അവൻ ദേഷ്യത്തിൽ നോക്കി. കാർത്തിക് ലച്ചുവിനെ നോക്കിയിട്ട് മുന്നിൽ നിൽക്കുന്ന എതിരാളിയുടെ നേർക്ക് വന്നും അയാൾ അവന്റെ ദേഹത്തേക്ക് ആഞ്ഞു ചവിട്ടി. കാർത്തിക് തറയിലേക്ക് വീണതും അയാൾ അവന്റെ കഴുത്തിൽ കാലമർത്തി ചവിട്ടി. അത് കണ്ട് ഗൗരിയും ശങ്കറും അവന്റെ അടുത്തേക്ക് ഓടാൻ പോയതും അയാൾ ഷൂവിനുള്ളിൽ നിന്ന് കത്തിയെടുത്ത് അവരുടെ നേർക്ക് വീശി. കത്തി കണ്ടത് അവർ ഞെട്ടി നിന്നു. വിവാഹത്തിന് ക്ഷണിച്ചു വന്നവരെല്ലാം അത് കണ്ട് പേടിച്ച് അവിടുന്ന് ജീവനം കൊണ്ട് ഓടി. അപ്പോഴേക്ക് അവിടേക്ക് ഒരു കാർ സ്പീഡിൽ വന്ന് നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.